നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഓക്കെ ആയോ എന്ന് ചോദിച്ചിരുന്നു. ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 2 വർഷത്തോളമായി ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ശരിക്കും അതിനൊരു സമയമൊക്കെ കിട്ടിയത്. ഇപ്പോൾ സുഖമായിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ലാണ് ഉണ്ടാക്കാൻ പോണേ. പ്രത്യേകിച്ച് വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ മുടിയിൽ നല്ല പോലെ ഡ്രൈനെസ്സും പൊട്ടിപ്പോവുക, ഇടയ്ക്കെന്ന് വെച്ചിട്ട് പൊട്ടിപ്പോകുന്നതും ഒക്കെ ഉണ്ടാവും. പിന്നെ വേനൽക്കാലം മുടി നല്ലോണം ഊരിപ്പോരും. കാരണം അസിഡിറ്റി ഉണ്ടാകുന്നവർക്കൊക്കെ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് കൂടുന്നതനുസരിച്ച് മുടി ഊരി പോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നമുക്കൊരു ജെല്ല് ഉണ്ടാക്കാം. അമ്മാസിൻ്റെ ജെല്ല് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന ജെല്ലിലൊന്നാണ് ഹിബിസ്കസ് ജെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. വളരെ എഫക്റ്റീവാണ്. എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുതരാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം ആദ്യം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഏകദേശം 500 മില്ലിയാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കണേ. ഇതിലേക്ക് നമ്മുടെ ചെമ്പരത്തി എത്ര കിട്ടുമോ അത്ര എടുക്കുക. ഇതൊന്നും കളയണമെന്നൊന്നുമില്ല, കളഞ്ഞാലും കുഴപ്പമില്ല, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിങ്ങനെ അതിൻ്റെ ഇതളുകളിങ്ങനെ പൊട്ടിച്ച് ഇടുക. ഞാനിപ്പോൾ ഓൺ ചെയ്യട്ടെ. ചെമ്പരത്തിയിൽ pH നമ്മുടെ സ്കാൽപ്പിലെ അസിഡിറ്റി കുറയ്ക്കാൻ, പ്രത്യേകിച്ച് താരനുള്ളവർക്ക് ചെമ്പരത്തി താളി നല്ലതെന്ന് പറയും. അതുപോലെ തന്നെയാണ് ജെല്ല് കേട്ടോ. താളിയൊന്നും കിട്ടാനില്ലാത്തവർക്ക് ജെല്ല് ഇതുപോലെ ആക്കി വെക്കുകയോ, ഇല്ലിപ്പോൾ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നവരൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുന്ന 3 മാസം വരെ ഇരിക്കും. നമുക്കിത് ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉള്ളിലേക്ക് കഴിക്കും. നമ്മളൊരിക്കൽ ലേഹ്യമൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു, ഓർമ്മയുണ്ടോ അറിയില്ല. ഏറ്റവും ഇഫക്റ്റീവാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10-20 എണ്ണമൊക്കെ എടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. കുറച്ചേ കിട്ടിയുള്ളൂ, അതായാലും കുഴപ്പമില്ല. നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനല്ല. ചിലർക്ക് ഡയറക്റ്റായിട്ട് ചെമ്പരത്തി ഇടുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. അത് ഭയങ്കരമായിട്ട് ആൽക്കലി വല്ലാതെ തലയിലാവുമ്പോഴാണ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുക, ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാവുക. ഇത് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ബാക്കി ഇവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെക്കാളും പകുതി ആവുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായി തിളക്കട്ടെ. ജെല്ല് നമ്മുടെ ചെമ്പരത്തി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടെ തിളയ്ക്കണം, ഒന്ന് കുറുകി വരണം കേട്ടോ. ഒന്ന് കുറുകി വറ്റിയതിപ്പോൾ തനി വെള്ളം പോലെയാണല്ലോ ഇരിക്കണേ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ, എന്നിട്ട് നമുക്ക് എഴുന്നെടുക്കാം. നന്നായിട്ട് ചെമ്പരത്തി കുറുകി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതിനുള്ളിൽ കിടക്കട്ടെ. അപ്പോൾ ആ സത്ത ഒന്നും കൂടി അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് ജെല്ലുണ്ടാക്കാം കേട്ടോ. ചെമ്പരത്തിയുടെ ഡിക്കോക്ഷൻ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഞാനിപ്പോൾ ഇതിൽ കലത്തിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ചൂടാറും കേട്ടോ. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ജെല്ലുണ്ടാക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യാം. നമുക്കിനി ഈ ഡിക്കോക്ഷൻ നമുക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ജെല്ലുണ്ടാക്കാനുള്ള ബേസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ സാന്തങ്കം വേണം നമുക്ക്. നമ്മളെപ്പോഴും സാന്തങ്കം യൂസ് ചെയ്തിട്ടാണ് ജെല്ലാക്കാറുള്ളത്. 10 ഗ്രാമിൻ്റെ അടുത്ത് സാന്തങ്കം ചേർക്കുന്നുണ്ട് ഞാൻ. ഓർഗാനിക്കാണ്, നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫാണ്. നമ്മുടെ ഷാമ്പൂയിലൊക്കെ നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. തിക്നിങ് ഏജൻറ്റായിട്ട് ഇതാണ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ഗ്ലിസറിൻ നമ്മൾ ചേർക്കുകയാണ്. ഗ്ലിസറിൻ ഇവിടെ ചേർക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അത് ഒഴിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 25 മില്ലിയുടെ അടുത്ത്, 50 മില്ലി അടുത്ത് ഏകദേശം മതിയാവും കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട്, അതായത് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച കൺസിസ്റ്റൻസിയും ഭംഗിയും ജെല്ലിന് വരില്ല, ക്ലിയർ ആയിട്ടിരിക്കില്ല ജെല്ല്. അതുകൊണ്ടാണ് സാന്തങ്കം ആക്ച്വലി എന്താ പറയുക, ഗ്ലിസറിനിലാണ് മിക്സ് ആവുക. വെള്ളത്തിലൊന്നും അങ്ങനെ മിക്സ് ആവില്ല. ഗ്ലിസറിൽ മിക്സ് ആയതിന് ശേഷമാണ് നമുക്ക്
വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ വെള്ളം ചേർക്കണില്ല, നമ്മളുടെ ഈ ഡിക്കോക്ഷനാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ നീര് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിർത്തിയത്. ഇനി വേണമെങ്കിൽ ഇനിയും നമുക്ക് ഡിക്കോക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ച 500 ഗ്രാം മൊത്തമായിട്ട് ഒഴിച്ച് കഴിഞ്ഞാലും കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും. നല്ല കളറിൽ, ഈ കളർ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കിട്ടുന്ന അമ്മാസിൻ്റെ ഹിബിസ്കസ് ജെല്ല് ഈ ഒരു കളറായിരിക്കും. ഇതുപോലെ നമുക്ക് നല്ല, എനിക്ക് കളർ കണ്ടോന്ന് എനിക്കറിയില്ല, ഇതേ കളറിൽ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ എല്ലാം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹിബിസ്കസ് ജെല്ല് നമ്മൾ ഉണ്ടാക്കി, ഇതുപോലെ തന്നെ അലോവേര ജെല്ലും ഉണ്ടാക്കാം, ഇതുപോലെ തന്നെ ഫ്ലാക്സീഡ് ജെല്ലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ചെമ്പരത്തിയും അലോവേരയാണ് കമ്പാരിറ്റീവ്ലി ഹെയറിന് നല്ലത്. ഫ്ലാക്സീഡ് കുറച്ച് ചൂടാണ്, ഇത് രണ്ടും നമുക്ക് തണുപ്പാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൽ അലോവേര ജെല്ല് കയ്യിലുള്ളവർ എന്താ ചെയ്യുക, അതിൽ കുറച്ച് എന്താ പറയുക ഗ്ലിസറിനും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ദേഹത്തൊക്കെ പുരട്ടുകയാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറും ആയി കേട്ടോ. അപ്പോൾ ഇത് തലയിലേക്ക് പുരട്ടാം, മുഖത്ത് തേക്കാം, ഇതിനങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചിലവർക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെയുള്ള ഇലകൾ പൂക്കളൊക്കെ അരച്ചിടുമ്പോൾ ഇറിറ്റേഷൻ സ്കിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് വേവിച്ച് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് വേണമെങ്കിൽ ഒഴിച്ചിട്ട് വളരെ കുറച്ച് മാത്രം, കാരണം ഇത് ഭയങ്കര ആൽക്കലി ആയിട്ടിരിക്കുമ്പോഴും ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അതിനെ ന്യൂട്രലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു 2-3 തുള്ളി സിട്രിക് ആസിഡ്, നമ്മുടെ നാരങ്ങ നീര് 2-3 തുള്ളി കേട്ടോ, അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും നമുക്കിതുപോലെ തന്നെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. മുടി ഇങ്ങനെ പൊട്ടി പോകുന്നു എന്ന് പറയുന്നവർക്കൊക്കെ ജെല്ല് അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് മുടിയുടെ തുമ്പത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സിറം അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കരിഞ്ജീരക എണ്ണയോ അല്ലെങ്കിൽ നീലാമ്പരി ഏതെങ്കിലും ഒരു എണ്ണ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ആർഗൻ ഓയിൽ മേടിക്കാൻ കിട്ടും, ബദാം ഓയിൽ മേടിക്കാൻ കിട്ടും. അത് നമുക്കൊരു ലേശം കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് തടവിയിട്ട് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. ഈ സിറം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിലൊക്കെ ഇങ്ങനത്തെ ഓയിൽസ് ഉണ്ട്, അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ചെയ്തോളാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ. ഒരു കുട്ടി വീഡിയോ ആണ്, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് വളരെ നല്ലതാണ്. ഇതിനുള്ളിലേക്ക് കഴിക്കാനും വെള്ളം തിളപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നതും വളരെ നല്ലത്. തലയോട്ടിയിൽ തഴിച്ചു പിടിപ്പിക്കുന്നത് നല്ലതാണ്. ദേഹത്ത് പുരട്ടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.